ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ കുറച്ച് കൂർക്കൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നത്തെ പോലെ കൂർക്ക കഥയൊന്നുമല്ല. കാരണം ഇനി ഞാൻ അച്ഛനെ തോണ്ടി പുതിയ കഥകളൊക്കെ ഇറക്കി കഴിഞ്ഞാലേ അച്ഛൻ നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ തന്നെ കേട്ടില്ല. ഇപ്പം തന്നെ നാട്ടൂനും എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛനെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, അച്ഛനോട് ആ വീഡിയോ കാണാൻ പറയണം, അച്ഛനല്ലെങ്കിൽ വീഡിയോ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആ വഴിക്ക് ഞാനില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ കൂർക്കയുടെ തൊലി കളയാനുള്ള ഒരു മെത്തേഡും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക. എനിക്ക് ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം കൂർക്ക കാലമായിട്ട് ഒരു മലയാളി കടയിൽ നിന്ന് കൂർക്ക കിട്ടിയത്. ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ഫ്രഷ് കൂർക്ക കിട്ടിയിട്ടോ. അതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല്, എൻ്റെ മോനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. കൊണ്ടുവന്ന വേണ്ടി ഞാൻ മൂക്കിനോട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ആഹാ എന്ന് പറയായിരുന്നു ഹസ്ബൻഡിനോട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഫ്രഷ് കൂർക്ക അയച്ചാലാണ് ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇരട്ടി പണി കിട്ടും. അപ്പോൾ കൂർക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലൊരു മണ്ണൊക്കെ ഉണ്ടാവും, അതിൽ നിറച്ചിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ചെയ്യണ പരിപാടി തന്നാൽ പിന്നെ കൂർക്ക കഴിക്കാൻ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമുക്കത് കുക്കറിലിട്ട് കൊടുക്കാൻ. 2-3 പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ കണ്ടില്ലേ അതിൻ്റെ നല്ല ഫ്രഷ് കൂർക്കയാലും തൊലിയൊക്കെ പോകണുണ്ടല്ലേ. ഇതുപോലെ തൊലിയൊക്കെ പോയി കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, വേറൊരു പണി കിട്ടുക, നമ്മുടെ കൈ മുഴുവൻ ഇങ്ങനെ കറുത്ത് വരും. അപ്പോൾ പണ്ട് നാട്ടിലൊക്കെ വെച്ച് കൂർക്ക നന്നാക്കിയിട്ട് കറുത്ത് കൈ ഇങ്ങനെ വരുമ്പോൾ അലക്കല്ലുമ്പോൾ കൊണ്ടിട്ട് ഇങ്ങനെ വിരലുരയ്ക്കും. ഇവിടെ അലക്കല്ലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആ പണിക്ക് നിൽക്കണ്ട. പിന്നെ ഒരു ദിവസം ഫുള്ളായാലും ആ കളർ പോവില്ല. പിന്നെ ഇതുപോലെ വെട്ടൊക്കെ കൊണ്ട് ആ കൂർക്ക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ കൂർക്ക കണ്ടിട്ടുള്ള ഉപ്പിടരുത് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ചെയ്തു, അപ്പോൾ ഉപ്പുണ്ടായില്ല. ഇത്രയും കൂടി ഉപ്പ് കൂടുതലിടണം. അപ്പോൾ നമ്മൾ സാധാരണ ഇടണേലും കുറച്ച് കൂടുതൽ ഉപ്പിടുക. എന്നിട്ട് ആ കൂർക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒപ്പത്തിന് തന്നെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നുകിൽ ഒരു വിസിൽ വരുത്തിയിട്ട് അതിൻ്റെ ഫുൾ സ്റ്റീം പോണ വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 വിസിൽ വരുത്തിയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റീം കളയാം. എന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ല വെന്ത് ആ തൊലിയൊക്കെ സുഖമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഫ്രഷ് അല്ലാത്ത കൂർക്ക എടുത്തിട്ടെന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലിയൊട്ട് പോയി കിട്ടൂല്ല. കത്തി വെച്ചിട്ട് അതൊന്ന് കളയാനും പറ്റില്ല മര്യാദയ്ക്ക്, കാരണം വാടിയ കൂർക്കയാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടമുള്ള കൂർക്കയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കണ്ട. അതായത് ഇതുപോലെ സുഖമായിട്ട് തൊലി പോരും കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 കൂർക്ക ഇങ്ങനെ തൊലി കളഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ തള്ളണ്ടെന്ന് പറയരുതല്ലോ, അതിന് വേണ്ടിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂർക്ക ഞാൻ തൊലി കളയുക. ഈ ഫ്രൂട്ട്സൊക്കെ അടച്ചു വെക്കാൻ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, നെറ്റൊക്കെ ഉള്ളത്. അപ്പോൾ അതെൻ്റെ കയ്യിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അരമുള്ളതാണ് ഉൾഭാഗം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് അങ്ങനെ. അമ്മ അങ്ങനെ വീട്ടിലുള്ള ഒരു ബാസ്ക്കറ്റ് എനിക്ക് തന്നയച്ചാണ്. അപ്പോൾ അതിലിട്ടിട്ട് നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുള്ള കൂർക്ക അതിലിട്ടിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കറക്കി കഴിഞ്ഞാൽ, 2-3 അല്ല, ഒരു 3-4 പ്രാവശ്യം ഇട്ട് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലി കുറേ പോയി കിട്ടും കേട്ടോ. പിന്നെ ആ നാരൊക്കെ നമ്മൾ തന്നെ കളയേണ്ടി വരും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ സുഖമായിട്ട് നമുക്ക് നാര് വരെ ഇങ്ങനെ കളഞ്ഞ് കിട്ടും കേട്ടോ, എളുപ്പത്തിൽ. അപ്പോൾ അതാ ഒക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ ഇനിയൊന്നുമില്ല, ഉപ്പേരി നമുക്ക് സാധാരണ വെക്കണ പോലെ ഉണ്ട്. ഉള്ളിയും അത് ഉണക്കമുളകും കുത്തി വറുത്തിട്ടാണ് വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, അതൊന്നും കൂടുതലായിട്ടും കാണിക്കാനില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് തൊലി കളയാം. കൂർക്ക കഴിക്കാൻ ഇഷ്ടമുണ്ടാവും, പക്ഷേ ആ തൊലി കളയുന്ന പരിപാടി കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതിനുവേണ്ടി കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.